അമ്പലത്തിന്റെ മുന്നേ നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞേ? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? അമ്മ വന്നില്ലേ? എനിക്കറിയായിരുന്നു അമ്മ വരില്ലാന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മ വരില്ലാന്ന്. അമ്മയെ എങ്ങനെ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റുക? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ബ്യൂട്ടി പാർലർ പോയി ഈ നിറമൊക്കെ ഒന്ന് മാറ്റാൻ. ഈ കളർ കണ്ടിട്ട് തന്നെയല്ലേ നീ എന്നെ സ്നേഹിച്ചത്? അന്ന് ചിന്തിച്ചില്ലേ അമ്മയ്ക്ക് ഇതൊരു പ്രശ്നമാവുന്നു? എന്താ അമ്മ പറഞ്ഞത്? ഇരുണ്ട നിറം, 28 വയസ്സ്, ഗവൺമെന്റ് ഉദ്യോഗം, മാവേലിക്കര. വിദ്യാഭ്യാസമുള്ള പുരുഷന്മാരിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. ഫോൺ നമ്പർ. ഗവൺമെന്റ് ഉദ്യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? പെണ്ണിന് കാക്കേര നിറവ. ഇതിനൊക്കെ ആരെങ്കിലും കിട്ടൂ? സത്യഭാമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആരും ബോഡി ഷേമിങ് ചെയ്യരുതെന്ന്. നിങ്ങളോട് ഞാൻ തലയിൽ വിക്ക് വെക്കാതെ പുറത്തിറങ്ങി നിൽക്കരുത് പറഞ്ഞിട്ടില്ലേ? എന്റെ മാനോ പോണത്, അത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഈ വിഗും വെച്ചോണ്ട് നടക്കണേ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്റെ മാനം പണ്ടേ പോയതാ. നീ കറുപ്പ് അടിച്ചോണ്ട് നടക്കണില്ലേ, എന്നിട്ടാണ് കറുപ്പിനെ കുറ്റം പറയണത്. നിന്റെ മാനം പോകാൻ നോക്കിയോ നീ? അമ്മേ, ഞാൻ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതല്ലേ, ഇതാണ് ആ പെൺകുട്ടി. അയ്യേ, കാക്ക കറുപ്പ്. നിനക്ക് മോത്ത് കണ്ണില്ല? നിനക്ക് വേറെ ഒരിടത്തും കിട്ടിയില്ലടാ പെണ്ണിനെ. നീ കെട്ടിക്കൊണ്ടുവന്ന 4 പേര് മുമ്പിൽ ഞാൻ എന്റെ മരുമോളെ കൊണ്ട് കൊണ്ടു നടക്കട്ടെ? നിനക്ക് നാണമില്ലേടാ? നിനക്ക് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ? നിനക്ക് നിന്റെ കളറിനനുസരിച്ച് ഒരു പെണ്ണിനെ കിട്ടൂലടാ. അതൊക്കെ എന്താ ജോലി? ജോലിയൊന്നുമില്ല മാം, എന്തോ ബിസിനസിന്റെ കാര്യം പറയുന്നുണ്ട്. ബിസിനസ്? ഇവിടെ ആണുങ്ങൾ ബിസിനസ് ചെയ്ത് ഇവിടെ സക്സസ് ആവുന്നില്ല, പിന്നെ പെണ്ണുങ്ങൾ. അവർക്ക് ഉടനെ ജോലി കിട്ടും അമ്മേ. നിനക്കിപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴേ നിന്നേക്കാൾ സാമ്പത്തികമായിട്ടും കാണാനും കുറച്ച് താഴ്ന്ന ഒരു പെണ്ണിനെ കെട്ടി നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ പോയി നോക്ക്. അവിടെ നിനക്ക് ഒരു വിലയും കാണൂല. അന്നേ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ല സന്ധ്യ. കസിൻസ് ഒക്കെ എൻ്റെ നിന്റെ ഫോട്ടോ വെച്ച് കളിയാക്കുക. അമ്മയ്ക്കാണെങ്കിൽ തീരെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരുടെ ഇടയിലേക്കല്ലേ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് പോകേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയല്ലേ. ഒരു കറുപ്പും വെളുപ്പും നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരല്ലേ വിവേക്? എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നാലും സന്ധ്യ, എല്ലാവരും പറയുന്നതുകൊണ്ട് നമുക്കൊന്നും ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലോ? ഇപ്പോൾ ആണെങ്കിൽ വെളുക്കാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. വിവേകിനെ എന്നെ കല്യാണം കഴിക്കുന്നത് വലിയ നാണക്കേടാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വെളുത്ത പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്ക്. മാഡം, അടുത്ത മെയിൻ ന്യൂസിൽ പോകേണ്ട സ്റ്റോറിയുടെ ഹെഡ്ലൈൻ ഇതുവരെ ആയിട്ടില്ല. നോക്കട്ടെ. ഓ, ഇത് മറ്റേ പാട്ടുപാടി സോഷ്യൽ മീഡിയ വൈറലായ കറുത്ത പെൺകുട്ടിയുടെ സ്റ്റോറി അല്ലേ? ആ അതെ മാഡം. കറുത്ത മുത്തിന് കൊടുക്ക്. കറുത്ത മുത്തിന്റെ പ്രകടനത്തിൽ ഇളകി മറിഞ്ഞ സ്റ്റേജ് ഷോ. അല്ല മാഡം, ഈ കറുത്ത മുത്തെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി അതിശയിപ്പിക്കും പോലെ ആയി പോയില്ലേ? എന്ത് അതിശയവും! എടാ, ഇതൊക്കെ കോമണാ. അല്ലെങ്കിൽ തന്നെ കറുത്ത പെൺകുട്ടികളെ കറുത്ത മുത്തെന്ന് പറയുന്ന എന്നെ സമൂഹം അംഗീകരിക്കും പോലെയാ. താനേ ഞാൻ പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ന്യൂസ് ആങ്കറിംഗ് ഇന്റർവ്യൂവിന് എത്ര പേര് വന്നിട്ടുണ്ട്? ഒരു 15 പേരോളം ഉണ്ട് മാഡം. ഓക്കെ, എനിക്ക് ഓരോരുത്തരായിട്ട് കയറ്റി വിടും. ശരി മാഡം. താൻ ന്യൂസ് ആങ്കറിംഗ് പോസ്റ്റിലേക്ക് തന്നെയാണോ അപേക്ഷിച്ചത്? അതെ മാഡം, എനിക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. പിന്നെന്താ അങ്ങനെ ചോദിച്ചത്? തനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലേ? ന്യൂസ് റീഡ് ചെയ്യാൻ വരുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ കറുത്തിരിക്കുന്നതായിട്ട് താൻ കണ്ടിട്ടുണ്ടോ? ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴേ ബുദ്ധി മാത്രം പോരാ, കുറച്ചെങ്കിലും സൗന്ദര്യം കൂടി വേണം. അതൊക്കെ നോക്കിയിട്ട് വേണം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ. ജനിച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ കറുത്തവൾ എന്നുള്ള വിളി. പറയുന്നവർക്ക് എന്തും പറയാലോ, അനുഭവിക്കുന്നത് എന്നെ പോലുള്ളവരല്ലേ. എന്റെ കഴിവ് എന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ വെളുത്ത ആൾക്കാരെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ ഒരു ബോർഡ് വെക്കണം കേട്ടോ. വെറുതെ അവള് കറുത്തു പോയത്. കാക്കയെപ്പോലെ ഇടാൻ എന്താ അഹങ്കാരം കണ്ടില്ലേ? ആരുടെ ഫോണിലാ? കറുത്തവളാണോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ കരിഞ്ഞുള്ളോട്ടുള്ള ബന്ധം വേണ്ടെന്ന്. നീ എല്ലാം തലയൊടുക്കി സംഭവിച്ചിട്ട് പിന്നെ ഇപ്പൊ എന്ത് പറ്റി? അതമ്മേ, ഞാൻ അവളെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നൊക്കെയാ പറഞ്ഞത്. ആ ഞാൻ തന്നെ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നത്? നിനക്ക് പറയാൻ പറ്റില്ലേ? ഫോൺ ചെയ്താ ഞാൻ സംസാരിക്കും. ഹലോ വിവേക്? വിവേകല്ല, ഞാനാ. ആ അമ്മേ. ആരടി നിന്റെ അമ്മ?
കാക്ക കറുപ്പുള്ള നിനക്ക് എന്ത് യോഗ്യതയാണ് എന്നെ അമ്മയെന്ന് വിളിക്കാൻ? ഇനി മേലല്ല എന്റെ മോനെ നീ വിളിച്ചേക്കരുത്. അവന് നിന്നെ വേണ്ടടി. അവനെന്ത് പറയാൻ മടിയുള്ളത് കൊണ്ടാ ഞാനിപ്പൊ നിന്റെ അടുത്ത് പറയുന്നു. ഇനി മേലാൽ വിളിച്ചേക്കരുത്, നിർത്തിയേക്കണം. അല്ലേലും എന്റെ മോന് നീ തമ്മിൽ ചേരില്ല. നിലവിളക്കിന് മുമ്പിൽ കരിവിളക്ക് കത്തിച്ചതുപോലെ ഇരിക്കും. ദേ, ഇനി എന്റെ മോന്റെ പുറകെ വരെ നടന്നോ, ഞാൻ ചൂടെടുത്തടിക്കുന്നില്ലേ. ഇത്രേ ഉള്ളു കാര്യം. അതിനാ നീ ഇവിടെ കിടന്ന് പരിങ്ങി. എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ അമ്മേ? ഒരെന്നാലും ഇല്ല, ഒന്നും കൂടി പോയിട്ടില്ല. ആ കറുത്തവൾക്ക് ഇത്രയൊക്കെ കൊടുത്താൽ പോരാ. എന്തൊരു മുഖം വല്ലാണ്ടിരിക്കണേ? അത് ഞാൻ രാവിലെ വിവേകിനെ വിളിച്ചിരുന്നു. അവന്റെ അമ്മയാ ഫോൺ എടുത്തത്. അങ്ങനെ പറ. ഭാഷ കിട്ടിക്കാണുമല്ല, ചുമ്മാതല്ല ചത്ത് കുത്തി പോലെ ഇരിക്കാൻ. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ബന്ധം ശരിയാവില്ല. എനിക്ക് ആ തള്ളെ പണ്ട് മുതലേ അറിയാം. ഇരുണ്ട നിറമുള്ളവരെ കണ്ട അവർക്ക് ഭ്രാന്ത. എന്തെങ്കിലും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കും. അടുത്തടും ഞാൻ എല്ലായിടത്തു നിന്നും കേൾക്കുന്നത് കറുത്തവൾ, കറുമ്പി, കരിഞ്ഞവൾ. അതെന്താ തൊലി കറുത്തത് ഇത്ര വലിയ തെറ്റാണോ? കറുത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതങ്ങനെ കുറെ മനോരകളുണ്ട് ഇവിടെ. തന്നെ മനസ്സിലാക്കുന്ന ഒരു നാൾ വരും. താൻ കരയാതരോ. അന്ന് ഈ കളിയാക്കുന്നവർക്കൊന്നും വോയിസ് ഉണ്ടാകില്ല. താൻ സമാധാനമായിട്ടിരിക്കുക. അപ്പൊ അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? ലോൺ കിട്ടിയോ? കിട്ടി. അപ്പോ അടുത്ത ആഴ്ച കമ്പനി ഓപ്പൺ ആക്കാമല്ലോ. മോളെ, എല്ലാവരും ചോദിക്കുക നിന്റെ കല്യാണം എന്തായെന്ന്. ഞാൻ എന്താ അവരോട് പറയണ്ടേ? അമ്മേ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കല്യാണത്തിനൊന്നുമല്ല പ്രാധാന്യം. പറയുന്നവർക്ക് എന്ത് വേണോ പറയാമല്ലോ. ഡി, നിനക്ക് 29 വയസ്സായി, കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു. നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആളാണെങ്കിൽ കളറിന്റെ പേരിൽ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു. യൂട്യൂബിലൊക്കെ വെളുക്കമുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സുമേര മോളെ കണ്ടില്ലേ? ഇപ്പൊ അവൾക്ക് എന്തും നിറോ. നിനക്കതൊക്കെ മേടിച്ച് തേച്ചുകൂടെ ഒന്ന്? സന്ധ്യ, എന്താ അമ്മേ? അപ്പുറത്തെ സുമേര മോള് തന്നെ ക്രീമാ, നീ ഒന്ന് ഇട്ട് നോക്ക്. ഇട്ട് നോക്ക്. നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ല സന്ധ്യ. കസിൻസ് ഒക്കെ എന്റെ നിന്റെ ഫോട്ടോ വെച്ച് കളിയാക്കുക. ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴേ ബുദ്ധി മാത്രം പോരാ, കുറച്ചെങ്കിലും സൗന്ദര്യം കൂടി വേണം. കാക്ക കറുപ്പുള്ള നിനക്ക് എന്ത് യോഗ്യതയാണ് എന്നെ അമ്മയെന്ന് വിളിക്കാൻ? ഇത് അവളല്ലേടാ? കോടിപതിയിലേക്ക് യുവ സംരംഭകയുടെ വിജയം. ഇത് സന്ധ്യയല്ലേ? അന്ന് അമ്മ പറഞ്ഞിട്ടാ ഞാൻ അവളെ ഒഴിവാക്കിയത്. എടാ, ഞാൻ വിചാരിച്ചാടാ അവൾ ഇത്രയും വലിയ സംഭവമായി തീരുമെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ, ഞാനല്ലേ അവളെ അപമാനിച്ച, നീയല്ലല്ലോ. ഒരു കാലത്ത് അവൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ? അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിന്റെ അടുത്തുള്ള ഇഷ്ടം കാണും. എടാ, ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാടാ. നീ ഒന്ന് ചെന്ന് കണ്ട തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീ ഒന്ന് പോ. എന്നാലും ഞാൻ ഇനി എങ്ങനെ അമ്മ? നീ ഒരു നാണക്കേടും വിചാരിക്കണ്ട. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. പിന്നെ അവള് പഴയതുപോലല്ല, അവളിപ്പോ കോടിപതിയാണെന്നുള്ള കാര്യം നീ മറക്കരുത്.
മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ മോളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്നേ മറന്ന ആൻറ്റി. എന്നാലും മോളോട് ക്ഷമ ചോദിക്കാതെ എനിക്കൊരു മനസ്സമാധാനമില്ല. അതൊന്നും സാരമില്ല ആൻറ്റി. മോൾ എന്നെ അമ്മയെന്ന് എന്നെ വിളിച്ചോളൂ. ഞാൻ അന്ന് പറഞ്ഞു എന്ന് മോള് കാര്യമാക്കണ്ട. വിവേക് എന്താ ഒന്നും മിണ്ടാത്തത്? കുറേ നാൾക്ക് ശേഷം മോളെ കാണുന്നതല്ലേ, അതിൻ്റെ അമ്പരപ്പാവന്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ ആൻറ്റി. വിവേകല്ലേ എന്നെ വിളിക്കാത്തതും കാണാത്തതും ഒക്കെ? എല്ലാം എൻ്റെ തെറ്റാ. എൻ്റെ മോൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകി. അതൊന്നും സാരമില്ല ആൻറ്റി. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ഞാൻ പറഞ്ഞില്ലേ മോളൊന്നും മനസ്സിൽ വെക്കത്തില്ലെന്ന്. അതാ തറവാടിത്തം. ഇനി ഇത് വച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട മോളെ. അതിനാ അമ്മ വന്നത്. എന്താ ആൻറ്റി? നിങ്ങളെ കല്യാണക്കാര്യം അതിനി കാത്തിരിക്കണ്ട. ഞാനങ്ങ് സമ്മതിച്ചിരിക്കും. അത് ശരിയാവില്ലല്ലോ ആൻറ്റി. ആൻറ്റി അന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോഴും കാക്കയുടെ കറുപ്പ് തന്നെയല്ലേ? കറുപ്പിലൊക്കെ എന്തിരിക്കുന്നു മോളെ? മനപ്പൊരുത്തമല്ലേ വേണ്ടത്. എന്നല്ലോ അത് ശരിയാവില്ല ആൻറ്റി. ഞങ്ങൾ ഒരുമിച്ച് പോയാൽ വിവേകിനെ എല്ലാവരും കളിയാക്കും. നിലവിളക്കിന് മുന്നിൽ കരിവിളക്ക് കത്തിച്ചു വെച്ച പോലെ എന്ന് പറയും. എൻ്റെ പേരിൽ വിവേകിനെ ആരെങ്കിലും കളിയാക്കിയാൽ എനിക്ക് സഹിക്കുമോ? അതെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഇറങ്ങുമല്ലേ? വേടാ. ഇനിയും വരണേ.